അപ്പോൾ ട്രാവൽ ജ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സമയം ഞങ്ങളെ ഇന്നിങ്ങനെ ബൈക്കിലൊരു യാത്ര ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിട്ട ഒരു വീഡിയോൻ്റെ ഒരു തുടർച്ചയൊന്നല്ല കേട്ടോ ഇത്. ആ വീഡിയോൻ്റെ ഒരു തുടർച്ച ഇടാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് എനിക്ക് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ക്ഷേത്രത്തിലേക്ക് ഉള്ളൊരു യാത്രയാണ്. അത് നമ്മുടെ പൊള്ളാച്ചി അടുത്തുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു യാത്രയാണ്. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. ഞാനും എൻ്റെ അനിയൻ പ്രശാന്തും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫിലിം ഓഫ് ഫൈൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, സിനിമ റിവ്യൂവിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കേട്ട് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്നത്തെ യാത്ര. ഇന്ന് നിനക്കെന്തൊരു ടീച്ചറൊക്കെ ഉണ്ടല്ലോ. സോറി സുഹൃത്തുക്കളെ, ഇന്ന് ആൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ രാത്രി ഫുള്ള് ഡ്രൈവായിരിക്കും. അപ്പോൾ മിക്കവാറും നാളെ അതിൻ്റെ ഒരു ഉണ്ടാവുമോ? യെസ്. അപ്പോൾ പ്രതീക്ഷിക്കാം. അപ്പോൾ കാണാം. വീണ്ടും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നോക്കാം. കൂടുതലും ഇപ്പം അമ്പലത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അവിടുന്ന് സമയം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തും കൂടി പോകണം എന്നൊരാഗ്രഹമുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ശരി.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന പൊള്ളാച്ചി പട്ടണത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ദിശയിലായി 24 കിലോമീറ്റർ അകലെ ആളിയാർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീക്ഷേത്രമാണ്. മാസാണിയമ്മൻ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ആനമല നിരകൾക്കിടയിലാണ് സംഭവം. ഓക്കെ, ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ഭഗവതിയാണ്. തമിഴ്നാട്ടിലെ അമ്മൻ എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വിഗ്രഹത്തിനൊരു പ്രാധാന്യമുണ്ട്. പൂർണ്ണമായും മലർന്നു കിടക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ദേവിയുടെ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മണ്ണിൽ തീർത്ത ഈ വിഗ്രഹത്തിന് നെറുകയിൽ നിന്നും പാദം വരെ 15 അടി നീളമാണുള്ളത്. കാൽപാദത്തിനടിയിൽ ദേവിയുടെ കുഞ്ഞെന്ന് കരുതുന്ന ഒരു രൂപവും ഉണ്ട്. വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അമ്പലത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ജനുവരി അവസാനമാണ് ഉത്സവം. ഉത്സവത്തിന്റെ അവസാന ദിവസം തീയാട്ടും നടക്കും. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നതും ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും അതേപോലെ തന്നെ രോഗശാന്തിക്കൊക്കെ ആയിട്ടാണ് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് അമ്പലത്തിൽ തൊഴുതതിന് ശേഷം പുറത്ത് നാളികേരം ഉടയ്ക്കുന്നത് അമ്പലത്തിൻ്റെ കൊടിമരമൊക്കെ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് നാളികേരം ഉടയ്ക്കാൻ കൊടുത്ത് പതുക്കെ അവിടെ നിന്നും ഇറങ്ങി. അമ്പലത്തിൽ തൊഴുതതിന് ശേഷം അമ്പലത്തിൻ്റെ പുറത്ത് തന്നെയുള്ള ഒരു കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമായിട്ട് നല്ല കൂളും കുറച്ച് പയറ് കൊണ്ടാട്ടമുളകൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പതുക്കെ വളരെ ടേസ്റ്റാണ് കേട്ടോ, വളരെ അടിപൊളി ടേസ്റ്റാണ്. കൂള് വളരെ ചെറിയൊരു പൈസയേ ഉള്ളൂ. വളരെ ശരീരത്തിന് നല്ല ഗുണമാണ്, ദോഷങ്ങളൊന്നും ഇല്ലേനും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇത് കഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സമയമുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തേക്കും കൂടി പോകണം എന്നുള്ളത്, അതായത് കോയമ്പത്തൂരിലുള്ള ഇഷായോഗിയിലേക്കാണ് ഞങ്ങൾ ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങുന്നത്. ആ യാത്രകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.